എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഫോർച്യൂണറാണ്. ന്യൂ ഷേപ്പിൽ വരുന്ന ഒരു പാർട്ടിയുടെ അടുത്ത് നിന്ന് കിട്ടിയ നല്ലൊരു വാഹനം, അടിപൊളി വാഹനം എന്ന് തന്നെ എടുത്തു പറയാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ലോ കിലോമീറ്റർ ആണ്. നമ്മളെ ചാനലിൽ ഇതുവരെ കാണിക്കാത്ത ഒരു സെഗ്മെന്റും കൂടിയാണ് ഫോർച്യൂണറിന്റെ ന്യൂ ഷേപ്പ്. കഴിഞ്ഞിടയ്ക്ക് നമുക്കൊരു ഗ്രേ കളർ കിട്ടി, അത് പെട്ടെന്ന് തന്നെ സെയിൽ ഔട്ട് ആയിരുന്നു. അപ്പോൾ വൈറ്റ് കളർ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. നമുക്ക് 4x2 ഓട്ടോമാറ്റിക് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പം അങ്ങനെ തപ്പി നടന്നപ്പോൾ വന്നൊരു നല്ലൊരു വണ്ടി, അതായത് ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല വണ്ടിക്ക്, പിന്നെ ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഇത് 2017 വരുന്ന വാഹനമാണ്. 2017 തന്നെ രജിസ്റ്റർ ചെയ്തേക്കുന്നതാണ്. 4x2 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. എന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറി വന്നേക്കുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വാഹനം. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി തന്നെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ വണ്ടിക്ക് തട്ടമുട്ട കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ബോണറ്റ്, അതായത് ഒരു വണ്ടിയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ബോണറ്റും അതിൻ്റെ എൻജിനും അതേപോലെ ഫ്രണ്ട് വശമാണ്. എന്ന് വെച്ചാൽ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഈ ബോണറ്റിനോ ഫ്രണ്ട് ഗ്ലാസിനോ ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, കമ്പനി സ്റ്റോക്കിൽ തന്നെ വന്നേക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലൈറ്റ്, അതായത് സ്റ്റോക്ക് കണ്ടീഷനുള്ള ലൈറ്റാണ് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ബമ്പർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, ഒറിജിനലാണ് വരുന്നത്. ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് തട്ടിയിട്ടില്ല. എല്ലാത്തിലും, അതായത് ഓരോ ഗ്ലാസ്സിലും ഓരോ ഡോറയിലും അതിൻ്റെ ഗോഡ് സിമ്പല്, അതിൻ്റെ പേസ്റ്റിങ് പഞ്ചിങ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനിലാണ്. പിന്നെ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഒരു 90 എബോവ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 4 ടയറും സ്റ്റെപ്പിന് മാത്രം കുറച്ച് കുറവുള്ളൂ. അതെന്ന് വെച്ചാൽ വണ്ടി മൊത്തം ഞങ്ങൾ ചെക്ക് ചെയ്താണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഇനി നമുക്ക് ഓരോ ഡോറും നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ചെറിയ കിലോമീറ്റർ ഓടിയിരുന്ന സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് തന്നെ എടുത്ത് പറയത്തക്ക. അപ്പം ഇതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഇതുണ്ട്, സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കാണും. അത്രയും ക്ലിയർ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. വെറും 80,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി എടുത്ത് പറയത്തക്ക വണ്ടിയാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ഓരോ പഞ്ചിങ് പേസ്റ്റിങ് ഇതൊന്നും അഴിച്ചിട്ട് പോലുമില്ല, നല്ല ടൈറ്റാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കിയിട്ടുണ്ട്, എല്ലാം നമ്മൾ അഴിച്ചിട്ട് ഇട്ടതാണ്. അത്ര നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു വാഹനമാണ്. അതായത് ഓരോന്നിൻ്റെയും നമ്മൾ കൈ പിടിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ കൈ വെക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും വളരെ നീറ്റായിട്ട് ഇരിക്കുന്നതാണ്. ഒരു റീപ്ലേസ്മെൻറ്റോ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഹൈ ക്വാളിറ്റി വാഹനമെന്ന് നമുക്ക് റിപ്പീറ്റായിട്ട് പറയാൻ പറ്റും. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിലെ ലൈറ്റ്, അതായത് സ്റ്റോക്ക് കണ്ടീഷനുള്ള ലൈറ്റാണ് വരുന്നത്. പിന്നെ ഇവർ എക്സ്ട്രാ ഒരു ക്രാഷ് കാർഡ്, അതായത് ബമ്പറിനൊരു പ്രൊട്ടക്ഷന് വേണ്ടി ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് നാട്ടിൽ അലോഡല്ല. പിന്നെ ഇനി ഡിക്കി, അതായത് ഡിക്കി ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇത് ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിമോട്ടിൽ തന്നെ ഇത് വർക്കിംഗ് ആണ്. അതെല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ ഫോർച്യൂണറിൻ്റെ ന്യൂ ഷേപ്പിൽ നമുക്ക് റിമോട്ട് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ ഓരോ പഞ്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അഴിച്ച് കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് ചെറിയ പൊടിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് പഞ്ചിങ് കാര്യങ്ങളൊന്നും അഴിച്ചിട്ടില്ല. ഫുൾ സൈഡ്, അതായത് ഓരോ സൈഡും നമുക്ക് എന്ന് വെച്ചാൽ നല്ല ടൈറ്റിൽ തന്നെ അഴിക്കണം. നല്ല ഓരോ സൈഡും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നിങ്ങൾക്ക് ആ സീറ്റിൻ്റെ ഒക്കെ ക്വാളിറ്റി കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ സീറ്റിൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ അത്ര മെയിൻറ്റെയിൻ ആയിട്ട്, അതായത് ഒരു 8 പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോർച്യൂണറാണ്. നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. പിന്നെ ഇത് നമുക്ക് ക്ലോസിങ് വരുന്നത് നമുക്ക് ഇവിടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ആ ബോഡി ലൈൻസ്, അതിൻ്റെ ഷേപ്പ്, ഒരു ഡെൻറ്റോ, ചെറിയ ഡെൻറ്റ് പോലും വണ്ടിക്കില്ല, അങ്ങനെ എടുത്ത് പറയാൻ പറ്റും. ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഓരോ ഡോറും ആ സൈഡ് കാണിച്ച പോലെ തന്നെ നമുക്ക് ഈ സൈഡിലും എടുത്ത് കാണിക്കാൻ പറ്റും. പിന്നെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കാം. അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ വന്നേക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ അത് ഉൾഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ, അതായത് നമുക്ക് ഫോർച്യൂണർ എന്നുള്ള ഇത് മാറ്റി തന്നെ അത്ര നീറ്റായിട്ടാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. എത്ര ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമാണിത്. ഇനി സീറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓരോ സീറ്റും അതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് പിടിച്ച്, അതെന്ന് വെച്ചാൽ ഒരു സ്ക്രാച്ചോ ഒരു കീറലോ പോറലോ ഒന്നുമില്ല. ജെനുവിൻ കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയോട് ഓടിയ നല്ലൊരു വാഹനമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ റിപ്പീറ്റായിട്ട് പറയാൻ പറ്റും. ഹൈ ക്വാളിറ്റി വാഹനം തന്നെയാണ്. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വാഹനം. ടോപ്പ് സൈഡ് ആയിക്കോട്ടെ, അടിവശം ആയിക്കോട്ടെ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ച നല്ലൊരു പാർട്ടിയുടെ വാഹനമാണ്. അപ്പോൾ നമുക്കൊരു 100%
വിശ്വാസത്തോടെ നമുക്ക് ഈ വാഹനം എടുക്കാൻ പറ്റും. ഇനി മെയിനായിട്ട് വരുന്ന ഫ്രണ്ട് ഗ്ലാസ്, അതായത് നോർമലി നമ്മൾ ഇവിടുത്തെ ഒരു 95% ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അത് നോർമലി ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് കല്ലടിച്ച് പൊട്ടുന്നതാണ്, കല്ലടിച്ച് പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക്. പക്ഷേ ഇതിൻ്റെ അതുപോലും ചേഞ്ച് ഇല്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയ വണ്ടിയാണ്. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടൊരു ബിസിനസ് ക്ലാസ് ഏരിയയിൽ നിന്ന് കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ബോണറ്റും കൂടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. വണ്ടിയുടെ എല്ലാ ഇലക്ട്രിക് പാർട്സ്, അതായത് AC, പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നമ്മൾ പ്രോപ്പർ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. പിന്നെ ഇതിന് തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഞാനിപ്പോൾ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബോണറ്റിൽ സീല്, പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട്, ഒരു ചേഞ്ചോ കാര്യങ്ങളില്ല. ടൊയോട്ടയുടെ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതിന് എഞ്ചിൻ റൂം അടക്കം വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഇരിക്കുന്നത്. ബാറ്ററിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. നല്ല രീതിയിൽ എഞ്ചിൻ റൂം അടക്കം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമാണ്. ഹൈ ക്വാളിറ്റി വാഹനം എന്ന് തന്നെ എടുത്തു പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി 2017 വരുന്ന നല്ലൊരു വാഹനമാണ്. 4x2 ഓട്ടോമാറ്റിക്കിൽ വൈറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നവർ ചോദിക്കുന്നവർക്ക് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. സർവീസ് ഹിസ്റ്ററി കമ്പനിയിൽ നിന്ന് തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ മാർക്കറ്റ് ഡൽഹിയിൽ തപ്പാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പൊട്ടിക്കുന്ന റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 22,75,000 രൂപ മാത്രമേ വണ്ടിക്കുള്ളൂ. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നല്ലൊരു വാഹനം നിങ്ങൾ സ്വന്തമാക്കുക. അപ്പം ഇത് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് തന്നെ മേടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ ഡൽഹിയിൽ ഫുൾ മാർക്കറ്റ് കമ്പയർ ചെയ്തിട്ട് മേടിച്ചാൽ മതി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹെവി ക്വാളിറ്റി. നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം മേടിക്കാൻ പറ്റില്ലെങ്കിൽ ഇതേപോലെ നല്ലൊരു വാഹനം വരുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ നമ്മളെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.